നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളി. ഏത്തയ്ക്ക വില എന്ത് പറ്റി? ഇപ്പോൾ പല വിപണികളിലും ഏത്തയ്ക്കയുടെ വില വളരെ കുറവാണ്. മിക്ക വിപണികളിലും ഏത്തയ്ക്ക എടുക്കാൻ പോലും ആളില്ലാതെ വിഷമിക്കുകയാണ് മിക്ക കർഷകരും. 26/12/2025 ഏറം കാർഷിക വിപണിയിൽ ഏത്തയ്ക്കയുടെ വില കേട്ടാൽ ഞെട്ടിപ്പോയി കർഷകർ. ഏത്തയ്ക്കയുടെ വില അവിടെ നടന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി 35 രൂപ, 30 മുതൽ 35 രൂപയാണ് അവിടെ നടന്നത്. വളരെ മോഹപ്രതീക്ഷയിൽ വെച്ചിടിപ്പിച്ച ഏത്തയ്ക്കയുടെ വില ഇങ്ങനെ പോയി കർഷകർക്ക് വളരെ തീരാ നഷ്ടവുമാണ്. കർഷകർക്ക് വളരെ പ്രതീക്ഷയുടെ മുമ്പ് ഈ ഓണത്തിന് മുമ്പൊക്കെ നല്ല വിലയായിരുന്നു. അതിനുശേഷം വിലകൾ ഇങ്ങനെ പൊങ്ങാതെ നിൽക്കുകയാണ്. അതേസമയം ചെറിയ പഴങ്ങളുടെ വില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇപ്പോൾ ഞാലിപ്പൂവിന് കിലോയ്ക്ക് 40 മുതൽ 60 രൂപയാണ് ഇപ്പോൾ വിപണികളിൽ ഓടുന്നത്. മുമ്പ് 100 രൂപ വരെ പോയിരുന്ന ഞാലിപ്പൂവിന് ഇപ്പോൾ 40 രൂപ 60 രൂപയാണ് പച്ചക്കായ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി വില കൂട്ടി വാങ്ങിക്കുക അവർ. അതേസമയം റോബസ്റ്റിൻ്റെ വിലയും അല്പം കൂടി വരികയാണ്. ഇപ്പോൾ കിലോയുടെ പുറത്ത് 17 മുതൽ 25 രൂപയാണ് ഏറം കാർഷിക വിപണിയിൽ നടന്നത്. പാളയംകോടും വില ഇപ്പോൾ കൂടി വരികയാണ്. ഇനിയിപ്പോൾ ഉണക്ക സീസൺ ആയതുകൊണ്ട് ചെറിയ പഴങ്ങൾക്ക് വില കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക കർഷകരും. 15 മുതൽ 25 വരെയാണ് അവിടെ നടന്നത്. പൂവനും 30 മുതൽ 50 വരെയാണ് അവിടെ നടന്നത്. കാർഷിക വിപണിയിൽ 26/12/2025 നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന വിലയും നോക്കാം. പയർ കിലോ 70, പാവയ്ക്ക കിലോ 80, പടവലം കിലോ 50, കോവയ്ക്ക കിലോ 60, കുമ്പളം കിലോ 70, മത്തൻ കിലോ 30, ചുരയ്ക്ക 20, വെള്ളരി കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 70, പപ്പയ കിലോ 30, മുളക് കിലോ 300, കാന്താരി അവിടെ മോഹവിലയാണ് 400 രൂപ, പാഷൻ ഫ്രൂട്ട് കിലോ 70, കുക്കമ്പർ കിലോ 40, മുരിങ്ങയ്ക്ക കിലോ 20, മരച്ചീനി കിലോ 25, വാഴക്കൊമ്പ് ഒരു പീസ് 8, ഇഞ്ചി കിലോ 80, നാളികേരം കിലോ 80, തടിയൻകായ കിലോ 15, ചീര ചുവപ്പ് 50, ചീര പച്ച 40, ചേന 37 മുതൽ 40 അവിടെ നടന്നത്. ചേമ്പ് കിലോ 55, കാച്ചി 50 മുതൽ 55, കിഴങ്ങ് കിലോ 55, കോഴിമുട്ട ഒരു പീസ് 8, ഏത്തൻ കിലോ നടന്നത് അവിടെ 30 മുതൽ 35, കപ്പ കുല 50 മുതൽ 60, പൂവൻ കിലോ 30 മുതൽ 50, പാളയൻ 15 മുതൽ 25, റോബസ്റ്റ 17 മുതൽ 25, ഞാലി 40 മുതൽ 60 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും കർഷകർ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുന്ന കർഷകർക്കാണ് ഒരു ഡിസല്യൂട്ട്. അവർക്ക് ആധുനിക യന്ത്ര സാമഗ്രികളെല്ലാം സൗജന്യമായി കൊടുക്കണം. ധാരാളം ഏത്തയ്ക്ക കൃഷി ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയം കൂടി ആയതുകൂടി നാടൻ ഏത്തയ്ക്കയ്ക്ക് വില കർഷകർക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നതില്ല. താങ്ങുവില 50 പ്രഖ്യാപിച്ചെങ്കിൽ കർഷകർക്ക് വലിയ നഷ്ടമില്ലാതെ പോകാൻ സാധിക്കത്തുള്ളൂ. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.